ആ മാല ഇട്ട നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടി കൊടുക്കും. അയ്യപ്പൻ അഭിഷേകം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത കൊല്ലത്തെ യാത്ര പ്ലാൻ ചെയ്ത് കഴിയും. അതാണ് അയ്യപ്പസ്വാമി. അവസാനത്തെ യാത്രയായി. അടുത്ത കൊല്ലം ഇനി യാത്രയില്ല എന്ന് തീരുമാനിക്കും. അവരുടെ ബിസിനസ്സിൽ അയ്യപ്പനെ ഒരു പാർട്ണറാക്കിയിട്ടുണ്ട്. ഈ വ്രതം തുടങ്ങാനാണ്, അല്ലാണ്ട് മലയ്ക്ക് പോകാനല്ല മാല. പക്ഷേ നിയോഗം അതായിരുന്നു. തമിഴ്നാട്ടിലെ ആന്ധ്രയിലേക്ക് കുറെ ആളുകൾ അയ്യപ്പനെ ഒരു പാർട്ണറാണ്. അപ്പൊ ഫസ്റ്റ് ബില്ല് അയ്യപ്പന്റെ പേരിൽ എഴുതിയിരിക്കുകയാണ്. സ്വാമി ശരണമയ്യപ്പ ഹരിവരാസനം. പൂജ ഒന്നും അറിയില്ല എനിക്ക്. ശബരിമലയിൽ നിന്ന് ആരും അറിയാതെ എടുത്തുകൊണ്ട് പോകണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശബരിമല അയ്യപ്പസ്വാമിയുടെയും ഗുരുവായൂരപ്പന്റെയും ഒക്കെ മേൽശാന്തിയായിട്ടുള്ള എഴിക്കോട് ശശി നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. ശബരിമലയിൽ അനേക ഭക്തരാണ് വരുന്നത്. അപ്പൊ ഒരുപാട് ഭക്തര് മേൽശാന്തി കാണാനൊക്കെ വരും, സംസാരിക്കാനൊക്കെ വരുമായിരിക്കും, അവരുടെ വിഷമങ്ങളൊക്കെ പറയാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം? ക്ഷേത്രത്തിൽ വരണത് ഒരു നിമിഷത്തെങ്കിലും സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും വളരെ തിരക്ക് ദുരിതങ്ങളും ഉള്ളവരാണ്. അപ്പൊ ഒരു നിമിഷം നേരത്തെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നത്. അവർക്ക് ദേവനോട് തുറന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പ്രതിപുരുഷൻ എന്നുള്ള നിലയ്ക്ക് മേൽശാന്തിയോട് പറയുന്നത്. നമ്മൾ ദൈവമൊന്നുമല്ല, എങ്കിലും ആ സമയത്ത് അവർ പറയുന്ന വിഷമത്തിന് ഒരു മറുപടി പറയാൻ നമുക്ക് തോന്നും. അത് നമ്മൾ പറയാറുണ്ട്. പലർക്കും അത് അനുഭവമായിട്ട് വന്നിട്ടുണ്ട്. പലരും സ്വാമി പറഞ്ഞ പോലെ ചെയ്തിട്ട് എന്ന് നമ്മളോട് വന്ന് പറയാറുണ്ട്. മേൽശാന്തി പറയണ പോലെ ഞങ്ങൾ ചെയ്തു, അത് ഫലം കിട്ടി. എങ്കിലും പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊടകലയിലുള്ള ഒരു സ്വാമി, അദ്ദേഹം വന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചില ദുഃഖങ്ങൾ പറഞ്ഞു. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്തോളൂ, എല്ലാ മാസവും മലയ്ക്ക് വന്നോളൂ. അപ്പോൾ സ്വാമി ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാ മാസവും വരിക എന്നുള്ളത്, ശബരിമലയ്ക്ക് വർഷത്തിലൊരിക്കൽ വ്രതം വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാസത്തിൽ തൊഴാൻ ഇപ്പൊ സൗകര്യം ഉണ്ടല്ലോ, അപ്പൊ എല്ലാ മാസവും വരാം. വ്രതം വേണ്ടത് വരാൻ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി പിന്നത്തെ മാസം വന്നു. പിന്നത്തെ മാസം വന്നിട്ട് എന്നെ കാണാൻ അദ്ദേഹം കാത്തിരുന്നു. അപ്പൊ എനിക്ക് ആളെ അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പം അറിയാം എനിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ വളരെ മനസ്സമാധാനം, കാര്യസാധ്യം, അയാൾ വിചാരിച്ച കാര്യങ്ങൾ പലതും നേരെയാവുണ്ട്. ഞാൻ വന്നോളാം, എല്ലാ മാസം തിരുമേനി പോണവരെ വന്നോളാം. ഞാൻ പറഞ്ഞു, ഞാൻ പോണവരെയല്ല, എല്ലാ മാസവും ഞാനും അങ്ങുമായിട്ടുള്ള ബന്ധമില്ല, അങ്ങും അയ്യപ്പനുമായിട്ടുള്ള ബന്ധമാണ്. അയ്യപ്പൻ പറഞ്ഞതാണോ, ഞാൻ പറഞ്ഞതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എറണാകുളത്തുള്ള ഒരാളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നെ അനവധി നാൾ വന്നു. ഈ ശശികുമാർ ഇപ്പോഴും പോകുന്നുണ്ട്. അദ്ദേഹം നിർത്തിയിട്ടില്ല, എല്ലാ മാസവും പോകുന്നുണ്ട്. അദ്ദേഹം ജീവിതത്തിലെ ഒരു അനുഭവം കൊണ്ടാണ്. അങ്ങനെ പലർക്കും പലതുണ്ട്. സംസാരിക്കാത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ശരണം വിളിക്കാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെയും കൂടി അനുഗ്രഹം. സംസാരിക്കാതെ അവിടെ വന്നു. ഇതുവരെ കുട്ടി സംസാരിച്ചിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. സംസാരിക്കണില്ല. അപ്പൊ ഈ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. 2-3 തവണ ശരണം വിളിക്കാനും പറഞ്ഞു കൊടുത്തു. ഒന്നും ആ കുട്ടിക്ക് പറ്റണില്ല. ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നടയെ കൊണ്ട് തൊഴിച്ചു കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ടാണല്ലോ ഉടനെ തന്നെ തിരിച്ചു വന്നു. സ്വാമി അവിടെ നടയിൽ വന്ന് ശരണം വിളിച്ചു. ഞാൻ തൊഴുതു. അയ്യപ്പന്റെ അനുഗ്രഹം ഒരനുഭവമാണ്. അപ്പൊ അങ്ങനെ ശരണം വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ ശരണം ചൊല്ലിക്കൊടുക്കൂ. ദിവസവും ഒരു 108 തവണ ചൊല്ലിക്കൊടുക്കൂ. ഒരു തവണയെങ്കിലും അയാൾ ജപിക്കട്ടെ. അതെ, 108 തവണ അയാൾ ജപിക്കാൻ അയാൾ സ്ട്രെയിൻ ചെയ്യിക്കണ്ട. പിന്നെ ഡോക്ടറുടെ ചികിത്സയൊക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ആ സമയത്തുണ്ടായ ഒരു അത്ഭുതമാണ് ശരിക്കും ഭഗവാൻ. തീർച്ചയായിട്ടും അത് അത്ഭുതം തന്നെയാണ്. അതാ പറഞ്ഞത്, അതൊക്കെ അയ്യപ്പന്റെ അനുഗ്രഹം അവർക്ക് കിട്ടാനുള്ള സമയം അതാണ്. അല്ലാണ്ട് അവിടെ എന്റെ പ്രസക്തി ഇല്ല. അപ്പം ഇപ്പൊ തിരുമേനി നേരത്തെ പറഞ്ഞേ, അത് നമ്മളൊരു ഉപാധിയായി ഭഗവാൻ തോന്നിക്കുകയാണ്. അപ്പൊ അവര് ചോദിക്കണതിന് മറുപടി പറയാൻ നമ്മൾ പ്രിപ്പയർഡ് ഒന്നുമല്ല. ആ സമയത്ത് തോന്നിയത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു ഭക്തൻ വന്നിട്ട് മകളുടെ വിവാഹമാണില്ല, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ നടയിൽ പോയി പ്രാർത്ഥിച്ചോളൂ. അപ്പൊ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അയ്യപ്പൻ അവിടെ തോന്നിക്കും. അപ്പൊ അത് പ്രാർത്ഥിച്ചോളൂ. അല്ല എന്ത് വഴിപാടോ, അപ്പൊ നമസ്കരിക്കാന്നോ ശരണം വിളിക്കാന്നൊക്കെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഇയാൾ അവിടെ ചെന്ന് എന്തൊക്കെയോ, എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു തമിഴ് ഭക്തനാണ്. അയാൾ പ്രാർത്ഥിച്ചു പോയി. എന്താ പ്രാർത്ഥിച്ചത് എനിക്കറിയില്ല. അയാൾ എന്തായാലും ശരണം വിളിച്ച് അവിടെ നിന്ന് പോയി. പിന്നത്തെ മാസം വന്നപ്പോൾ അയാൾ പറഞ്ഞു മകളുടെ വിവാഹം നിശ്ചയിച്ചു എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നന്നായി. അപ്പൊ അതൊക്കെ അത് അയാൾ കുറച്ചും കൂടി ഭക്തിയായിട്ട് തന്നെ പറഞ്ഞു. ഏതാണ്ട് അയാൾ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ച അതേ സമയത്ത് എന്നെ വീട്ടിൽ ഒരു എഞ്ചിനീയർ ഒരാൾ ചെന്ന് മകളുടെ ജാതകം ചോദിച്ചു. എന്നറിയില്ല. എന്തായാലും ആ സമയത്ത് തന്നെ ഏതാണ്ട് വൈകുന്നേരം 5:30 മണി സമയത്ത് അവിടെ ഒരാൾ ചെന്നു ജാതകം ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു ഇങ്ങനെ മലയ്ക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. വന്നപ്പോ കൊടുത്തു, വിവാഹം നടന്നു. കോയിൻസിഡൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോ അവിടെ അതിനൊരു വഴി കാണിച്ചു. അതെ, അനുഗ്രഹിച്ചു. അപ്പൊ അതൊക്കെ അങ്ങനെ അനവധി അനുഭവങ്ങളുണ്ട്. അവരുടെയും കൂടി ഗുണമാണ്, അല്ലാണ്ട് എന്റെ അല്ലാതെ. നമുക്ക് ബിസിനസ്സിലൊക്കെ ഈ പറഞ്ഞ പോലെ പച്ച പിടിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ അങ്ങനെ പ്രത്യേകം എന്തൊരു വഴിപാട് ചെയ്യുന്നവർ ധാരാളമുണ്ട്. തമിഴ്നാട്ടിലെ ആന്ധ്രയിലേക്ക് കുറെ ആളുകൾ അവരുടെ ബിസിനസ്സിൽ അയ്യപ്പനെ ഒരു പാർട്ണറാക്കിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ബിസിനസ്സിൽ ആ ഡീലിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷനിൽ ഈ പാർട്ണർഷിപ്പ് വയ്ക്കുമ്പോൾ
ആദ്യത്തെ ആള് അയ്യപ്പൻ, രണ്ടാമത്തെ ആളായിരിക്കും ഇയാൾ. അപ്പോ സൈൻ കാര്യങ്ങളൊക്കെ അല്ല അതെ, അത് നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ ഭാഗങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരാൾ ഒരു തമിഴ് ഭക്തനാണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ട് എൻ്റെ ഒരു കവർ, ഒരു പൊതി തന്നിട്ട്, പൊതിയാണ് കളാസ് റാപ്പ് ചെയ്തിട്ടുള്ളൊരു പൊതിയാണ്. ആ പൊതി തന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു ബിസിനസ്സാണ്, ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങിയതാണ്, ഒരു കട തുടങ്ങിയിട്ടുണ്ട്, അയ്യപ്പനെ അതിലൊരു പാർട്ണറാണ്. അപ്പോൾ ഫസ്റ്റ് ബില്ല് അയ്യപ്പൻ്റെ പേരിൽ എഴുതിയിരിക്കുകയാണ്. ബില്ല് ഈ ഇത് തന്നതിൽ അകത്തുകൊണ്ട് പൂജിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വിശ്വാസമാണ്. പൂജിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ആൾക്കത് അവിടുന്ന് ജപിച്ച് കൊടുത്തു. ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളാൻ പറഞ്ഞു. അയ്യപ്പൻ്റെ പേർക്കാണല്ലോ, ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളാൻ പറഞ്ഞു. അതങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തു. അത്ര വിശ്വാസമാണ് അവർക്ക്. അവർ ബിസിനസ് തുടങ്ങുന്നത് പോലും അയ്യപ്പൻ്റെയും കൂടി പേരിലാണ്, പാർട്ണറാക്കിയിട്ടാണ്. അപ്പം അവരുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ അതിന്റെ ആ ബിസിനസിന്റെ ഷെയറും കൂടി അയ്യപ്പന് കൊടുക്കണ്ടാവും, അയ്യപ്പന്റെ ഷെയർ അവർ കൊടുക്കണ്ടാവും. ഈ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി മണി കെട്ടുക എന്നുള്ളൊരു ആചാരം, അതെ, ശബരിമലയുടെ പ്രത്യേകതയാണ്. ശബരിമല അത് തമിഴ് ആചാരമാണ്, തമിഴ് ആചാരത്തിലാണ്. അത് അവിടെ ഒരു മണി കൊണ്ടുവന്ന് കെട്ടും. മണികണ്ഠനായിട്ടാണല്ലോ ഈ പൂജാമണികളില്ലേ, അതുപോലത്തെ പിടിയില്ലാത്ത തൂക്കണ മണികൾ, അത് അവിടെ ധാരാളം വന്ന് തൂക്കിയിടാവും. അവർക്ക് വേറെ രസകരമായിട്ടൊരു വിശ്വാസം കൂടിയുണ്ട്. ഒരു മണി ശബരിമലയിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ആരും അറിയാതെ എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് ഈ പ്രാർത്ഥന, ഏത് പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഫലം സിദ്ധിക്കും. അത് കഴിഞ്ഞാൽ ഫലസിദ്ധിക്ക് ശേഷം എത്ര എടുത്തുകൊണ്ട് പോയി അതിൻ്റെ ഇരട്ടി മണി തിരിച്ചു കൊണ്ടുവന്ന് കെട്ടണം, അങ്ങനെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു മണി ആരും കാണാണ്ട് അയച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് വേറെ ആരെങ്കിലും കെട്ടിയതായിരിക്കും. എന്നിട്ട് അവിടുന്ന് ശബരിമലയിൽ നിന്ന് ഒരു മണി കൊണ്ടുപോകണമെന്നുള്ളതാണ് സങ്കല്പം. എന്നിട്ട് പിന്നത്തെ തവണ ഈ കാര്യസാധ്യം കഴിഞ്ഞിട്ട് അവർ 2 മണി കൊണ്ടുവന്ന് കെട്ടും, ഇവിടെ കെട്ടും. അത് പ്രധാനമായിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാര്യസാധ്യം എന്ന് വിചാരിച്ചാൽ ചിലർക്ക് വിവാഹം കഴിയലാവും, ചിലർക്ക് ബിസിനസ് ആവും വിഷയം. അപ്പോൾ എന്തിനാണെങ്കിലും അവർ ചെയ്യുന്ന അത് തമിഴ്നാട്ടിലെ ഒരു ആചാരമാണ്. ശബരിമലയ്ക്കുള്ള വേറൊരു പ്രത്യേകത, നമ്മുടെ ദുഷ്കരമായ യാത്രയാണല്ലോ. എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടോ, എല്ലാ ഭക്തന്മാർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ആദ്യ കാലത്ത് ഈ മേശാന്തിയൊക്കെ ആവുന്നതിന് മുമ്പേ ശബരിമല യാത്ര തുടങ്ങിയ കാലത്ത് ഈ കഷ്ടിച്ച് എരുമേലി അല്ലെങ്കിൽ അവിടുന്ന് അഴുതയൊക്കെ എത്തുമ്പോഴേക്കും അന്ന് നടന്നു വരണം. അപ്പോൾ അഴുതയൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് യാത്ര എനിക്കില്ല, അടുത്ത അവസാനത്തെ യാത്രയായി, അടുത്ത കൊല്ലം ഇനി യാത്ര ഇല്ല എന്ന് തീരുമാനിക്കും. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. കഷ്ടപ്പെട്ട് തന്നെ വരാൻ, കരിമല കയറണം, അങ്ങനെ നടന്ന് തന്നെ വരണം. ആ കണ്ണി കണ്ട വൃത്തികേടാണ് മുഴുവൻ വഴിയിലൊക്കെ. ഇപ്പോഴത്തെ പോലെ ഇത്രയും വൃത്തിയൊന്നും ഇല്ല. ഭക്ഷണമാണെങ്കിലും അതെ, ഈ ആ പുഴയിലെ വെള്ളത്തിൽ തന്നെ പാകം ചെയ്ത് വേണം കുടിക്കാൻ. അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ വേണ്ടാന്ന് തോന്നും. പമ്പയിൽ ശബരിമല ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് ശബരിമല വരുന്നത്. ശബരിമല വരുമ്പോഴേക്കും തിരക്ക് മയം, എത്ര മണിക്കൂർ ക്യൂ നിന്നാലാണ് സന്നിധാനത്ത് എത്തുക. അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഈ നെയ്യഭിഷേകത്തിന് കൊടുത്ത് മേലും മുഴുവൻ നെയ്യാവും. നെയ്യഭിഷേകത്തിന് ഇതും തലയെ വെച്ച് ക്യൂ നിന്ന് കുറച്ച് കഴിയുമ്പോൾ മേലൊക്കെ നെയ്യായി ആപ്പാടെ വൃത്തികെട്ട രൂപത്തിൽ അങ്ങോട്ട് ഇറങ്ങും. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നെയ്യഭിഷേകം കഴിഞ്ഞാൽ അപ്പം പോരാൻ വൈകും. ശബരിമലയ്ക്കുള്ള ഒരു പ്രത്യേകത ആർക്കാണെങ്കിലും അത്. അവിടുന്ന് നീലിമല ഇറങ്ങുമ്പോഴേ തീരുമാനിക്കും അടുത്ത കൊല്ലത്തെ യാത്ര ഇങ്ങനെയല്ല. അടുത്ത കൊല്ലത്തെ യാത്രയെ പറ്റി അപ്പം തീരുമാനിക്കും. പമ്പയിൽ എത്തുന്നതിന് മുമ്പേ അടുത്ത കൊല്ലത്തെ യാത്ര തീരുമാനിക്കൽ കഴിഞ്ഞു. അതെ, വരണം എന്നുള്ളത് ഉറപ്പായി. അല്ല, ആദ്യം അങ്ങോട്ട് കയറുമ്പോഴാണ് ഇനി ഇല്ലാന്ന് തീരുമാനിക്കുക. പക്ഷെ അവിടുന്ന് അഭിഷേകം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അടുത്ത കൊല്ലത്തെ യാത്ര പ്ലാൻ ചെയ്ത് കഴിയും. അതാണ് അയ്യപ്പസ്വാമി. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശബരിമലയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ഒരു ഗുരുസ്വാമിയുടെ നിർദ്ദേശമാണ്, നിർബന്ധമാണ്. ഒരു ഗുരുസ്വാമി എത്ര വർഷം മലയ്ക്ക് പോയിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒരു ഗുരുസ്വാമിയുടെ നിർദ്ദേശത്താൽ മാല ധരിച്ച് 41 ദിവസത്തെ വ്രതം കൊണ്ട് നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ പക്വതപ്പെടുത്തി എന്നിട്ട് വേണം അങ്ങോട്ട് ഉള്ള യാത്ര. അതിനാണ് ഗുരുസ്വാമി. അതായത് ഗുരുസ്വാമിമാർ പറഞ്ഞു തരും എന്താ നിഷ്ഠ ഇതാണ്. മിതാഹാരം സ്വീകരിച്ച് എല്ലാത്തിലും താഴെയാവുക, കട്ടിൽ കിടക്കാൻ താഴത്തൊരു പായ വിരിച്ചൊക്കെയാണ് കിടക്കുക. അപ്പൊ അത് പായ വിരിച്ച് കിടക്കാവൂ എന്നുള്ളതല്ല, നമ്മള് സിമ്പിൾ ആവണം, സിംപ്ലിസിറ്റി ആവണം. മിതാഹാരം എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് കഴിക്കാം. അപ്പൊ അതെ, അപ്പോൾ ഒരു നേരം ഭക്ഷണം ആയിട്ട് കഴിയാമെങ്കിൽ അങ്ങനെ കുളിച്ച ആഹാരം കഴിക്കുക എന്നുള്ള, കുളിച്ച് ശുദ്ധമായിട്ട് നാമം ജപം അങ്ങനെയൊക്കെ ഒരു ശീലം കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത് നമുക്ക് അതിനുള്ള ഒരു അതാണ് ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് വ്രതമാണെങ്കിലും പകലാഹാരം ഒഴിവാക്കും. എല്ലാ മതത്തിലും അതെ, പകലാഹാരം. നമ്മളെ ആണെങ്കിൽ അത് ഇപ്പോൾ ഏകാദശി നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പകൽ ഭക്ഷണം കഴിക്കാറില്ല. സൂര്യന് ശക്തി കൂടുന്ന സമയത്ത് ഭക്ഷണങ്ങൾ കുറച്ചാൽ ദഹന പ്രക്രിയകൾ സയന്റിഫിക് ആണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഭക്ഷണം കുറയ്ക്കുക. രാത്രി അധികം കഴിച്ചാലും ബുദ്ധിമുട്ടാണ്, ഉറക്കം. അതെ, രാത്രി കഴിക്കരുത് എന്നാണ് ഇതിലെ തന്നെ പറയാറില്ലേ. ഇപ്പൊ മോഡേൺ സയൻസിൽ തന്നെ പറയും ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് പ്രിൻസ് ആൻഡ് സപ്പർ ലൈക്ക് എ ബഗർ എന്നാണ് പറയുക. അതെ, അപ്പോൾ ഏറ്റവും കുറച്ച് കഴിക്കാവോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതാ പറഞ്ഞ ഈ മിതാഹാരം
ആഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് ദൈനംദിന ചര്യകൾ നടത്താൻ ആവശ്യമായ ഭക്ഷണക്രമം. ഇപ്പോൾ കാനനയാത്ര അന്നൊക്കെ ഈ വീട് മുതൽ നടക്കണം. അതെ, പണ്ട് അപ്പോൾ അതിന് തയ്യാറാക്കലാണ്. യാത്രയ്ക്കും കൂടി നടന്ന് തന്നെ പാദയാത്ര തന്നെ വേണം. വാഹന സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ. ഇല്ല. പിന്നെ ഈ ദയ, കരുണ, അങ്ങനെ ഭയങ്കര ഒരു അതെ മാനുഷികമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് സദാചാരത്തിൽ ജീവിച്ച് സ്ത്രീ സമ്പർക്കം പാടില്ല. അതൊക്കെ സദാചാര ബോധം വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് ഈ വ്രതം. ശരിക്കും ഇപ്പൊ ശബരിമലയിൽ പോകുന്നതിലുപരി ഒരു ഭക്തനെ അല്ല ഒരു മനുഷ്യനെ യഥാർത്ഥത്തിലൊരു മനുഷ്യ ജീവിയാക്കാൻ നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് വ്രതം. ഏത് വ്രതം അതെ. ശബരിമലയ്ക്ക് പോകാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ജീവിതത്തിലെ ഏറ്റവും താഴ്മയിൽ ജീവിക്കാൻ സാധിക്കുക, അല്ലെ നമ്മുടെ ജീവിതചര്യകൾ കൊണ്ടുവരണം. അതിനുള്ളതാണ് 40 ദിവസം നീണ്ടു കൊടുക്കുന്ന ഒരു ചിട്ട വരുത്താൻ വേണ്ടിയിട്ടാണ്. മറ്റേത് ഒരു ദിവസത്തേക്ക് പിറ്റേ ദിവസം പോലെ വീണ്ടും കണക്ക് തെറ്റിയാൽ പിന്നെ ഇംബാലൻസ് ആവില്ലേ. അതെ അതെ. അപ്പം ഭക്തരൊക്കെ ഇപ്പം 40 ദിവസം വ്രതം എടുക്കും, മാല ഇടുന്നൊക്കെ 3 ദിവസം മുമ്പ്. അല്ല അതെ, അത് നമ്മള് ഒരു നിയമം ഉണ്ടെങ്കിൽ അതിൽ മായം ചേർക്കൽ പാടില്ലല്ലോ. അപ്പൊ അത് ഏത് നിയമമാണെങ്കിലും അതെ, മാല ഇട്ട ആ നിമിഷം ഈ 40 ദിവസം വ്രതം എടുക്കാൻ വേണ്ടി മാല ഇടണം. മാലയിട്ട് അതെ, ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം കുളിച്ച് ശുദ്ധമായിട്ട് അദ്ദേഹം മാലയിട്ടത് നമ്മളെ ശബരിമലയ്ക്ക് പോകാനുള്ള വ്രതം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് മാലയിട്ട് തരുന്നത്. ഈ വ്രതം തുടങ്ങാനാണ്, അല്ലാണ്ട് മലയ്ക്ക് പോകാനല്ല മാല. വ്രതം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മാലയിടല്. ആ മാല ഇട്ട നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടി കൊടുക്കും. അയ്യപ്പൻ അല്ലെങ്കിൽ അതെ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പ എന്നാണ് വിളിക്കുക. ഈ ദേവനും ഭക്തനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഒരേ ഒരു ദൈവമാണ്. ഒരു സംസ്കാരത്തിലും ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇല്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് അവിടെ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗുരുസ്വാമിയുടെ നിർദ്ദേശം. തിരുപ്പതിക്ക് പോകണം, അല്ലെങ്കിൽ ഗുരുവായൂർക്ക് പോകണം, അല്ലെങ്കിൽ വേറെ കാശി പോകണം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തോട്ട് പോകാം. എവിടെക്കാനും പോകാൻ പറ്റില്ല. ഈ 40 ദിവസത്തെ വ്രതം വേണം. കലിയുഗവരതനായതുകൊണ്ട് അദ്ദേഹം സർവ്വസംഘ പരിത്യാഗിയാണ്, എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പം ആ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വ്രതം, അതിനാണ് വ്രതം. നമ്മളെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കും, ഭക്ഷണ രീതി ക്രമപ്പെടുത്തും. ശബരിമല അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു അനുഭവം എങ്ങനെയാണ് തിരുമേനിക്ക്? ഭഗവാനെ പൂജിക്കുമ്പോഴും ഭഗവാന്റെ ഒപ്പം സമയം അവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം മേശാന്തിയായിട്ട് അങ്ങനെ ഒരു കൊല്ലം മുഴുവൻ അദ്ദേഹത്തിന് സന്തസഹചാരിയായിട്ട് കഴിയാൻ പറ്റി എന്നുള്ളൊരു മഹാഭാഗ്യമാണ്. മുടക്കമൊന്നും കൂടാതെ കഴിഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമാണ്. തപസ്സനുഷ്ഠിക്കുന്ന ഒരു ചൈതന്യ ഭാവത്തിലാണ്. അപ്പൊ അവിടെ വേറെ വികാരം. അതെ, ഞാൻ അതിനു വേണ്ടി ഇപ്പൊ അദ്ദേഹത്തിന്റെ ആഗമന ഉദ്ദേശം, അവതാര ഉദ്ദേശം കഴിഞ്ഞപ്പോ, മഹിഷിമർദ്ദനം കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചു എന്നാണ് കഥ. നമുക്കറിയില്ല, അതാണ് ചരിത്രം. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം ആ യോഗിയുടെ രൂപത്തിലേക്ക് മാറി. അദ്ദേഹം ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഭാവത്തിലാണല്ലോ. ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഭാഗത്തും കൊണ്ടുവരാം. ബ്രഹ്മചര്യം ഒരു ആശ്രമഘട്ടമാണ്. അത് ഗാർഹസ്ഥ്യം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചെല്ലുക. അയ്യപ്പൻ അങ്ങനെയല്ല. 12 വയസ്സ് മുതൽ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആജീവനാന്ത ബ്രഹ്മചാരിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഒരു ഭാഗത്തും മറ്റു ബ്രഹ്മചര്യം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അപ്പൊ ആ ഒരു ഭാവത്തിൽ അദ്ദേഹം യോഗനിദ്രയിൽ ഇരിക്കുന്ന ഒരു ഭാവമാണ്. ആ തപസ് അനുഷ്ഠിക്കുന്ന ഒരു ഭാവമാണ് അദ്ദേഹത്തിന്റെ സ്ഥായിയായിട്ടുള്ള ഭാവം, ആരാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് ഭാവത്തിലാണോ കാണുന്നത് ആ ഭാവത്തിൽ അദ്ദേഹത്തിനെ കാണാം. 2010 തിരുമേനി മേൽശാന്തിയായിട്ട്. പക്ഷെ 82 മുതൽ അവിടെ 82 മുതൽ ഞാൻ ഒരു 5-6 മേൽശാന്തിമാരുടെ പരികർമ്മയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ ഒരു ശബരിമലയും ഇന്നത്തെ ഇപ്പം യാത്രയാണെങ്കിലും വളരെ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. അന്ന് കുറച്ചുകൂടി കാനന പാതകളും ഒക്കെ ആയിരുന്നല്ലോ. എങ്ങനെയാണ് അതിന്റെ ഒരു 1965 അവിടേക്കുള്ള റോഡ് ആദ്യം വെട്ടിയത്. അന്ന് കേരള ഗവർണർ വി ഗിരി അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അത് ഫോറസ്റ്റുകാരുടെ ജീപ്പ് പാതകൾ ഉണ്ടായിരുന്നു. അപ്പം അത് പോരാ, ശബരിമല വരെ പോകണമെന്ന് പറഞ്ഞിട്ട് ചാലക്കയം വരെ റോഡ് വെട്ടി. ആ റോഡെന്ന് പറഞ്ഞാൽ കാട്ട് റോഡായിരുന്നു. ഞാൻ 69 ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ആദ്യം പോണത് 1969. അപ്പോൾ അന്ന് ഈ ചാലക്കയം വരെ പോകുള്ളൂ. ചാലക്കയത്ത് നടക്കണം. വലിയ റബിളൊക്കെ ഇട്ട് വഴിയാണ്, റോഡില്ല. പക്ഷെ അതൊന്ന് വണ്ടിയൊന്നും അങ്ങോട്ട് പോകില്ല. ചാലക്കയത്ത് നിന്നാണെങ്കിൽ 6-7 കിലോമീറ്റർ മതി എന്ന് പറഞ്ഞിട്ടാണ് ചാലക്കയം പമ്പ വരെ റോഡ് നീട്ടിയത്. അതിപ്പോൾ കുറേ കൂടി സൗകര്യമായി. എരുമേലിൽ നിന്നൊരു ഷോർട്ട് കട്ട് കൂടി വന്നു പമ്പയിലേക്ക്. അതൊന്നും പണ്ടില്ല, ആ വഴികളില്ല. അന്ന് തിരുമേനി സന്നിധാനത്ത് തന്നെ ആയിരുന്നല്ലോ താമസിച്ചിരുന്നത് ഈ ഒരു 82 കാലഘട്ടത്തിലൊക്കെ. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ ഈ നട തുറക്കുന്ന ദിവസങ്ങളിൽ താമസിച്ചാൽ മതി. നട അടച്ച മേശാന്തിക്ക് തിരിച്ചു പോരാ. അപ്പോൾ അതിന് വിരോധം ഉണ്ടായിരുന്നില്ല. 1995 ആദ്യമായിട്ട് അവിടെ മേശാന്തി അവിടെ തന്നെ താമസിക്കണം, പുറപ്പെടാ ശാന്തിയായിട്ട് വേണം എന്നുള്ള നിയമം കൊണ്ടുവന്നത്, ദേവസ്വം നിയമം വന്നത്. അതുവരെ മേശാന്തിമാർ 94 മേശാന്തിയും കൂടി നടയടച്ച് ഓരോ മാസവും വീട്ടിലേക്ക് പോരുകയാണ്. പിന്നത്തെ മാസം തുറക്കണ ദിവസം അവിടെ എത്തുകയാണ്. അങ്ങനെയാണ് എൻ്റെ പതിവ്. അപ്പോൾ വ്രതം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും? അത് വേണം, ഒരു വർഷത്തെ വ്രതം. അതെ, അതൊക്കെ പിന്നെ
നമ്മുടെ നിഷ്ഠയിൽപ്പെട്ടതാണല്ലോ. അപ്പൊ അത് ചെയ്തോളും. പണ്ട് താമസിക്കാൻ അതിനോട് ചേർന്ന ഒരു ചെറിയൊരു മുറി, ബാത്റൂമൊക്കെ ആണെങ്കിൽ താഴെ ഇറങ്ങി ചെല്ലണം. ഭസ്മക്കുളം കുറച്ച് അകലെയാണ്, അതിലെല്ലാവർക്കും കൂടി കുളിക്കാനും പറ്റില്ല. മേശാന്തിക്കോ അല്ലെങ്കിൽ ദേവസ്വത്തിലെ സ്റ്റാഫിനൊക്കെ കുളിക്കാനും പ്രാഥമിക സൗകര്യത്തിനൊക്കെ താഴത്തിറങ്ങി ചെല്ലണം. പന്നിക്കുഴി എന്ന് ഇപ്പോൾ പറയുന്ന സ്ഥലത്ത് അവിടേക്ക് എത്തണം. അപ്പോൾ അവിടെയാണ് ഈ ബാത്റൂമുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ അറ്റാച്ച്ഡ് ആക്കി. മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ മേശാന്തി ആയിരുന്ന 2010 കാലത്ത് ഈ നടയടച്ചതിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ ആ മാളികപ്പുറം പരിസരത്ത് ആനകൾ ധാരാളം വരും. കൂട്ടാനായിട്ട് തന്നെയാണ്. ഞാൻ ഒരു തവണ എണ്ണിയിട്ടുണ്ട്, 27 ആന വരെ എണ്ണിയിട്ടുണ്ട്. ആ മാളികപ്പുറം അമ്പലത്തിന്റെ തൊട്ട് പുറകിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് 2-3 ഒക്കെ സൈലന്റ് ആണ്, ആരുമില്ല. ഞാനും മാളികപ്പുറം മേശാന്തി ഉണ്ടാവും, പിന്നെ ആരെങ്കിലും കുറച്ച് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. കടകളൊന്നുമില്ല, ബ്ലാങ്ക് ആണ്. നമ്മളിതിനെ ഭയം തോന്നുന്നു. ഭയത്തിന് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പോകല്ലോ. അവരങ്ങനെ വന്ന് പൊക്കോളൂ. അവരെ ഉപദ്രവിക്കാൻ ചെന്നാലേ അവർ ഇങ്ങോട്ട് തിരിച്ചു ഉപദ്രവിക്കുള്ളൂ. നമ്മളിന്ന് കാണുന്നതിന് അവർ ഇങ്ങോട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. വളരെ അകലെ നിന്ന് അവർ ചെയ്യുന്ന അവരുടെ ചേഷ്ടകൾ നമ്മൾ വീക്ഷിക്കാറുണ്ടെന്നല്ലാതെ. ഞാനും മാളികപ്പുറം മേശാന്തിയും കൂടി സന്ധ്യ ഏതാണ്ട് വൈകുന്നേരമാണ് വരിക. അപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കണം എല്ലാവരെയും കൂടി കാണണമെങ്കിൽ. അങ്ങനെ എണ്ണി ഒരു ദിവസം ഞങ്ങൾ രസത്തിന് എണ്ണി. അപ്പോൾ 27 ഉണ്ട്. ഈ 18 പടിയുടെ ഒരു പ്രസക്തി എന്താണ്? 18 പടിയുടെ പ്രസക്തി ഇപ്പോൾ പല വിധത്തിലും ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. 18 മലദേവതകളെയാണ് ഈ 18-ാം പടി പൂജയ്ക്ക് ഞങ്ങൾ അവിടെ പൂജിക്കുന്നത്. സങ്കല്പം അതെ, ഈ ശബരിമലയ്ക്ക് ചുറ്റുമുള്ള 18 മലകൾ കടന്നിട്ട് വേണം വരാൻ എന്നുള്ളതായിരിക്കും. ഈ 18 മലകളുടെ മലദേവതകളെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് 18-ാം പടി. ഈ മല കയറി ഒരു അയ്യപ്പസ്വാമി വരുമ്പം ഇപ്പം പൊതുവെ 18 പടി ചവിട്ടാതെയൊക്കെ കയറാനുള്ള ഒരു വഴികളുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ പണ്ട് എല്ലാത്തിനും 18 പടി തന്നെയുള്ളൂ. കയറാനും ഇറങ്ങാനും 18 പടി തന്നെയാണ്. നെയ്യഭിഷേകത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്? ഒന്ന് മുമ്പ് പറഞ്ഞു, അദ്ദേഹം യോഗനിദ്രയിലാണെന്ന് പറഞ്ഞു. അപ്പൊ യോഗനിദ്രയിലുള്ള ഒരു ഭഗവാന് മറ്റു നൈവേദ്യങ്ങളൊന്നും സമർപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം നിദ്രയിലാണ്. യോഗിക്ക് ആകെപ്പാടെയുള്ള വഴിപാട് എന്നുള്ള അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കാവുന്ന സാധനം ഈ അഭിഷേകമാണ്, നെയ്യാണ്. പിന്നെ അന്നത്തെ കാലത്ത് ദിവസങ്ങളോളം യാത്ര ചെയ്ത് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാവുന്ന ഒരു ദ്രവ്യം കേടുവരാതിരിക്കാൻ പറ്റണത് നെയ്യായിരിക്കും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കേടുവരാതെ കൊണ്ടുപോകാവുന്ന അന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ നെയ്യിൻ്റെ കഥയല്ല പറയണത്. ആ നാളികേരത്തിൽ ഒഴിച്ച് അതിന് അടച്ചു വെച്ചാൽ അത് എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ, കേടാവാണ്ടിരുന്നോളൂ. അതാണ് നാളികേരത്തിന് മുദ്രത്തേങ്ങയ്ക്കുള്ള പ്രാധാന്യം. മുദ്രത്തേങ്ങ എന്നാണ് പറയുക. അതെ. കെട്ടുന്നറ അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക? കെട്ടില് മുൻകെട്ടും പിൻകെട്ടും 2 സാധനങ്ങളാണ്. അതിൽ പുണ്യപാപങ്ങൾ എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിലധികം മുൻകെട്ടിൽ നമുക്ക് വഴിപാടിനുള്ള, ക്ഷേത്രത്തിലെ വഴിപാടിനുള്ള ഭാഗം അയ്യപ്പനുള്ള സാധനങ്ങൾ, പിൻകെട്ടിൽ നമുക്കുള്ള സാധനങ്ങളാണ്. വഴിക്ക് ഭക്ഷണത്തിനും ഒക്കെയുള്ള സാധനങ്ങളാണ് പിൻകെട്ടിലുണ്ടാവുക. അതുപോലെ തന്നെ കറുത്ത വസ്ത്രം ധരിക്കണം എന്നുള്ളത്. കറുത്ത വസ്ത്രത്തിനും പ്രാധാന്യം തന്നെയാണ്. അയ്യപ്പൻ ശനീശ്വരനാണ്. ശനിദേവതയുടെ ഈശ്വരഭാവമാണ്. അപ്പൊ അതിന്റെ കറുപ്പാണ് വസ്ത്രം. അതൊരുന്നുണ്ട്. കറുപ്പ് വസ്ത്രം ആണെങ്കിലും അത് മുഷിഞ്ഞ വസ്ത്രം എന്നാണ്, കറുപ്പല്ല, കറുപ്പായി പോയതാണ്. ഈ ദിവസങ്ങളോളമുള്ള യാത്ര കൊണ്ട് നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതിപ്പോ കഥയൊക്കെ അവിടെ ചെന്നിട്ട് ഈ ഉടുത്ത വസ്ത്രം പമ്പയിൽ ഒഴുക്കും. അതല്ല വേണ്ടത്. പമ്പയിൽ ഒഴുക്കുകയല്ല. പമ്പയെ മലിനപ്പെടുത്തല്ല വേണ്ടത്, അശുദ്ധമാക്കല്ല വേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് കറുപ്പ് വസ്ത്രം എടുത്ത് കറുപ്പ് എടുത്താൽ മാലയിട്ട് സ്വാമിയാണെന്ന് മനസ്സിലാവും. മറ്റു ജനങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് അതെ അവരുടെ ശുദ്ധവൃത്തിയിൽ നമുക്ക് കുറച്ചുകൂടി അവർക്ക് സങ്കല്പിക്കാം. അതിനു കൂടിയുള്ള ഒരു യൂണിഫോമാണ്. ശബരിമല അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഒരു വർഷത്തോളം അല്ലേ ഭഗവാനെ സേവിക്കാൻ സാധിച്ചു. പക്ഷെ തിരുമേനിയുടെ ഒരു ജീവിതം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു ശാന്തിയായിട്ടുള്ള ഒരു ഇതിലേക്ക് കടക്കുന്നത് അയ്യപ്പസ്വാമിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണ്. അയ്യപ്പസ്വാമി ആണെന്ന് മാത്രമല്ല, ശബരിമലയിൽ തന്നെയാണ്. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പല ജോലിയും ചെയ്തിട്ടുണ്ട്. ഒന്നിലൊന്നുകൊണ്ട് ക്ലിക്കാവണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബന്ധു ശബരിമല മേശാന്തി ചെയ്യുന്നത്, പൂന്തോട്ടം നാരായണൻ നമ്പൂരി, 1982. അദ്ദേഹം എന്നോട് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ക്ഷേത്രത്തിലും നിന്ന് പരിചയമില്ല, ഞാനേ ശരിയാവില്ല. അതുകൊണ്ട് അല്ല, താൻ തന്നെ വരണം അദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണുണ്ടായത്. അപ്പോൾ ഞാൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, എന്നോട് അമ്പലത്തിനകത്ത് ശ്രീകോവിലേക്ക് പ്രവേശിക്കാൻ പറയരുത്, അത് എനിക്കറിയില്ല അവിടുത്തെ പണികൾ, അതുകൊണ്ട് അത് മാത്രം പറയരുത് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. അനുവാദം വാങ്ങിച്ചു. അപ്പോൾ അത് വേണ്ട, കാര്യങ്ങൾ നോക്കാൻ ഒരു കാര്യസ്ഥനായിട്ട് നിന്നാൽ മതി എന്നാണ് പറയുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഇവിടുത്തെ കഥയൊക്കെ അറിയണേ. ഭഗവാന്റെ നിയോഗം അയ്യപ്പസ്വാമി അന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ മേശാന്തി അകത്തേക്ക് ചെല്ലണതിന് മുമ്പ് തന്ത്രി പറഞ്ഞു, വന്ന് മേശാന്തി ചാർജ് എടുത്തിട്ട് അകത്ത് പോയാൽ മതി, വിശ്വാസമുള്ള ഒരാളെ അകത്തേക്ക് വിട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മേശാന്തി പറഞ്ഞു, ശരി ശശിയേട്ടൻ കുളിച്ച് പോകും, ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ തമ്മിൽ,
അകത്തേക്ക് എന്നോട് പറയില്ല എന്ന് പറഞ്ഞില്ലേ, അല്ല എനിക്ക് തന്നെ വിശ്വാസം, താൻ പോയാൽ മതി എന്ന്. അപ്പോൾ തന്ത്രി എന്ന് നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ കുളിച്ച് തട്ടെടുത്ത് അവിടുത്തെ ഈ അകത്തേക്ക് കയറാനൊരു മടിയല്ല, ഭയം. ശബരിമല ശ്രീകോവിലാണ് ആദ്യമായിട്ടൊരു ശബരിമല ഒരു പൊതുക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ചെല്ലുകയാണ്. അന്നത്തെ മേശാന്തി അദ്ദേഹത്തിനോട് എന്നെ കൈ പിടിച്ച് വരൂ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. കൈ പിടിച്ച് വലിച്ച അകത്തേക്ക് കയറ്റി. അകത്ത് ചെന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പോൾ തന്ത്രി പറഞ്ഞു, ഇവിടെ മേശാന്തി തന്ത്രിയും മാത്രമേ നമസ്കരിക്കാറുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന ഒരു അദ്ദേഹത്തിന്റെ സഹായത്തിന് വന്ന ഒരാൾ പറഞ്ഞു, അതിനെന്താ കുഞ്ഞു മേശാന്തി ആയിക്കോട്ടെ ഭാവിയിൽ എന്ന് പറഞ്ഞു. അതെ, അപ്പൊ എനിക്ക് അപ്പൊ ഒരു തമാശ തോന്നി, കാരണം പൂജയൊന്നും അറിയില്ല എനിക്ക്. പക്ഷെ നിയോഗം അതായിരുന്നു. എന്റെ ശാന്തി ജീവിതം തുടങ്ങിയത് ശബരിമല ശ്രീകോവിലിൽ തന്നെയാണ്, അവസാനിപ്പിച്ചത് അവിടെയാണ്. അപ്പം ശബരിമലയുടെ തിരുമേനിക്ക് എന്തോ ഒരു മുജ്ജന്മ ബന്ധമുള്ള പോലെ അതുണ്ട്, യാതൊരു സംശയമില്ല. ഈ ശബരിമല എന്നല്ല, ഞാനൊരു പൂജാരി ആവില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരാളാണ്. ഒട്ടുമില്ല, ഇല്ലെന്നല്ല, ആവില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ മനസ്സിലുള്ള ശാന്തിക്കാരന്റെ പിക്ചർ അടുത്തുള്ള ഏതെങ്കിലും കാവിലെ ഒരു എംബ്രാന്തിരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഷിഞ്ഞുള്ള ഒരു വേഷവും വരുന്നവരോടൊക്കെ ശകാര രൂപേണ വേണം അദ്ദേഹത്തിന് പെരുമാറാൻ. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ അമ്പലം കഴിഞ്ഞിട്ട് വേണം വേറെ അമ്പലത്തിൽ ചാർജ് ഉണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞ് പോകാറാകുമ്പോഴായിരിക്കും ഒരാൾ എന്തെങ്കിലും വഴിപാടിനെ കൊണ്ടുവരണം. അപ്പൊ അവരോടൊന്നും അദ്ദേഹത്തിന് ലോക്യം പറയാനുള്ള സമയം കിട്ടില്ല. അല്ലാണ്ട് ദേഷ്യം സ്വഭാവമായിട്ടൊന്നും ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചർ. ആവരുത്. അതെ, മറ്റുള്ളവരോട് ലോക്യമായിട്ട് അല്ല, വളരെ സൗമ്യമായിട്ട് പെരുമാറണം എന്നുള്ളൊരു മനസ്ഥിതിക്കാരനാണ് ഞാൻ. മേൽശാന്തി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പുരോഹിതൻ ആവണം. പുരോഹിതൻ പുരത്തിന് ഹിതമായിട്ടുള്ളവരാണ്. അപ്പൊ അതിന് കുറെ ജ്ഞാനങ്ങളൊക്കെ ഉണ്ടാവണം, പലതും അറിഞ്ഞിരിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനും കൂടി പറ്റണം. എനിക്ക് ഇല്ല എന്നുള്ള ധാരണ എനിക്കുണ്ട്. ഞാൻ അതിനൊന്നും യോഗ്യനല്ല എന്നുള്ളത്. അതൊക്കെ മഹാന്മാർക്കുള്ള സ്ഥാനമാണ്. എനിക്ക് അതിനൊന്നുള്ള യാതൊരു ക്വാളിറ്റി ഇല്ലാന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആവില്ല എന്ന് ഉറപ്പിച്ചിരുന്നത്. അല്ലാതെ ശാന്തിയോടുള്ള വെറുപ്പ് കൊണ്ടല്ല. കഴിഞ്ഞപ്പോഴാണ് മേശാന്തി എന്ന് പറഞ്ഞ ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവാണ് മനസ്സിലായത്. സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സമൂഹത്തിനെ നിയന്ത്രിക്കാനും. അത് പറഞ്ഞില്ലേ, പുരോഹിതനാണ്. ആ ദേശത്തെ ഒരു അധിപനാണ് ശരിക്കും ശാന്തിക്കാരൻ. അയ്യപ്പസ്വാമിയെ കാണാൻ അനേക ഭക്തര് ഈരുമുടിക്കെട്ടും ഒക്കെ ആയിട്ട് നെയ്ത്തേങ്ങയൊക്കെ ആയിട്ട് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നിലെ ഐതിഹ്യം, പന്തള രാജാവ് ആദ്യം പോയി എന്നുള്ളൊരു ഒരു ഐതിഹ്യമാണല്ലോ. അതിനെക്കുറിച്ച് അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ നിന്ന് അന്തർധാനം ചെയ്തു. അന്തർധാനം ചെയ്തിട്ട് അദ്ദേഹം ഒരു ജ്യോതിയായിട്ട് കാന്തമലയിൽ ഉത്ഭവിച്ചു. എന്നിട്ട് അവിടുന്ന് ശബരിമല ക്ഷേത്രത്തിൽ അവിടെ ആശ്രമത്തിൽ വന്ന് താമസിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പൊ രാജാവ് അവിടെ മകനെ കാണാനില്ല, മകൻ അവിടുന്ന് പോയില്ലോ. അപ്പൊ മകനെ കാണാൻ ശബരിമലയിൽ ഉണ്ടെന്ന് അറിഞ്ഞു, ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ പോയി. അപ്പൊ അദ്ദേഹത്തിന് ആവശ്യമായ സാധനങ്ങൾ, ഈ മകന് കൊടുക്കാനുള്ള ആഭരണാദി സാധനങ്ങൾ അദ്ദേഹം തലയിലേറ്റി കൊണ്ടുപോയി എന്നാണ്. അതാണ് ഈ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് കൊണ്ടുപോകണതിന്റെ. അപ്പൊ അത് രാജാവിനാകുമ്പോൾ അദ്ദേഹം തന്നെ ചുമക്കേണ്ട ആവശ്യമില്ല, പരിവാരങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷെ അപ്പൊ അദ്ദേഹത്തിന് നിർബന്ധം, എന്റെ മകനുള്ളത് ഞാൻ തന്നെ കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം തന്നെ തലയിൽ വെച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പുനരാവിഷ്കാരമാണ് ഇപ്പൊ നമ്മള് ഭക്തരെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതില് ഈ ഇരുമുടിക്കെട്ട് എന്ന് വന്നത് ഇതുകൊണ്ടാണ്. അയ്യപ്പനെ സമർപ്പിക്കാനുള്ളതും നമ്മുടെ ആവശ്യത്തിനാണ്. അതെ, അത് തമ്മിൽ പരസ്പരം ബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് രണ്ടും പ്രത്യേകം കിട്ടണത്. ഇപ്പൊ കേരളം നല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. പക്ഷെ കേരളത്തിനായിട്ടുള്ള ഒരു പ്രൗഢിയാണ് ശരിക്കും ശബരിമല എന്നുള്ളത്. പക്ഷെ ഭക്തർ ഒരുപാട് പേര് അന്യം സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും വരെ വരുന്നുണ്ട്. തിരുമേനി ഇപ്പോൾ മേൽശാന്തിയായിട്ടിരുന്നു. അതിലേറെ ഒരുപാട് വർഷം അയ്യപ്പൻ്റെ കൂടെ ചിലവഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. സമയം തിരുമേനിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പം അയ്യപ്പന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അതാണ് മുമ്പ് പറഞ്ഞത്, അദ്ദേഹം കലിയുഗവരതനാണ്. ലോകം മുഴുവൻ ലോകം മുഴുവൻ സംരക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം. ഇത്രയും വർഷമായിട്ട് ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് തിരുമേനി. അപ്പം ആ ഒരു അനുഭവത്തിൽ നിന്ന് തിരുമേനിക്ക് എന്താണ് അയ്യപ്പ ഭക്തന്മാരോട് പറയാനുള്ള ഒരു സന്ദേശം എന്തായിരിക്കും? ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കി അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു അവിടുത്തേതായ ഒരു ആചാരം, ചിട്ടകളൊക്കെ ഏത് സ്ഥലത്തിനുമുണ്ട്. അപ്പൊ ആ നിയമം പാലിച്ച് എല്ലാവരും വ്രതാനുഷ്ഠാനത്തോടുകൂടി ശബരിമല വരിക, ശബരിമല മലിനപ്പെടുത്താതിരിക്കുക. എനിക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്ന് മനസ്സിലാക്കി അവിടെ മലിനമാക്കാതെ എന്നാൽ കഴിയുന്ന വൃത്തിയായിട്ട് ചെയ്യാൻ എല്ലാ ഭക്തന്മാരും ശ്രമിക്കുക. ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കി ശബരിമലയുടെ അനുഷ്ഠാനങ്ങൾ പാലിച്ച് വ്രതത്തോടുകൂടി തന്നെ വരാൻ എല്ലാവരും ശ്രമിക്കണം. എല്ലാ ഭക്തന്മാർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അയ്യപ്പസ്വാമിയുടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകത്തിനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമലയില് ദാസേട്ടന്റെ ഒരു ശബ്ദത്തിലൂടെയാണ് ഹരിവരാസനം എന്നുള്ളത് ലോകമെമ്പാടും കേൾക്കുന്നത്. ശരിക്കും ശബരിമല സന്നിധാനത്ത് ദാസേട്ടന്റെ ആ ഒരു ട്യൂണിലുള്ള ഹരിവരാസനമാണോ അതോ വേറെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ദാസേട്ടനുള്ള ഒരു മഹാഭാഗ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ പാട്ട് കേട്ടിട്ടാണ് അയ്യപ്പൻ ഉറങ്ങണേന്നും ഉറക്ക് പാട്ടായിട്ടാണ് അത് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പം നടയടക്കിയ ഈ പാട്ട് വെച്ചിട്ടാണ്. അകത്ത് അങ്ങനെയല്ല, മേശാന്തി പാടും. മേശാന്തി പാടിയിട്ട് കൂടെയുള്ള സഹശാന്തിമാരത് ഏറ്റുപാടും. പുറത്ത് നിൽക്കുന്ന അയ്യപ്പന്മാരും ഏറ്റുപാടുമായിരിക്കും. ചെല്ലണ അവിടുത്തെ രീതി ഒരു പ്രത്യേക രീതിയിലാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ഹരിവരാസനം സ്വാമി വിശ്വമോഹനം, ഹരിദധീശ്വരം സ്വാമി ആരാധ്യപാദുകം, ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം, ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. 8 ശ്ലോകങ്ങൾ പാടി ഒരു മംഗള ശ്ലോകം കൂടി ഉണ്ട്. ചൊല്ലി നമസ്കരിക്കും. നമസ്കരിച്ചിട്ട് പിന്നാക്കം നടന്ന് നടയിളക്കി പോരുക. അങ്ങനെയാണ്.